കോഴിക്കോട് തൊണ്ടയാട് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു കുടുങ്ങിയ തൊഴിലാളിയെ കണ്ടെത്തിയിരിക്കുകയാണ്. പശ്ചിമബംഗാൾ സ്വദേശിയാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേർ ഓടി രക്ഷപ്പെട്ടു. തിരച്ചിൽ നടത്തുന്നതിനിടെ സ്ഥലത്ത് വീണ്ടും മണ്ണിടിഞ്ഞു. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തമൊഴിവായത്. ഈ ഭാഗത്ത് മുൻപ് മണ്ണിടിഞ്ഞതിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ശബ്ദത്തോടുകൂടി സമീപത്തെ കുന്നുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടകരമായ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ആളുകൾ ഈ ഫയർഫോഴ്സ് വീണ്ടും കുന്നിടിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ രക്ഷാപ്രവർത്തനത്തിനും ഇപ്പോൾ വലിയൊരു ശബ്ദത്തോടുകൂടി. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സലാം, നേരത്തെ നമ്മുടെ കൺമുന്നിലായിരുന്നു ആ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ കൂടി ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം അപകടകരമായ ഒരു പ്രദേശത്താണ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മണ്ണിനുള്ളിൽ കുടുങ്ങിയ ആളെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു സലാം? ഒരാളാണ് ഇപ്പോൾ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നത്. അയാളെ ഏകദേശം ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നും മണ്ണ് മാറ്റണം. അത് വലിയ രീതിയിലുള്ള മണ്ണ് മാറ്റിയതിനു ശേഷമേ അദ്ദേഹത്തെ പുറത്തെടുക്കാനാകൂ. ഇപ്പോൾ JCB അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും മണ്ണ് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഡ്രില്ലിംഗ് മെഷീനും ഈ തൂമ്പ അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ച് അവിടെ നിന്നും മണ്ണ് മാറ്റി, അല്ലെങ്കിൽ ഡ്രിൽ ചെയ്ത് പാറക്കല്ലുകളൊക്കെ തന്നെ മാറ്റി എവിടെയാണ് കൃത്യമായി ഇദ്ദേഹം ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തിയതിനു ശേഷമാണ് JCB സ്ഥലത്തെത്തിച്ചത്. 2 JCBകൾ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു ചെറിയ മിനി JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്നും മണ്ണ് മാറ്റുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തെ പുറത്തെടുക്കാനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ പുറത്തിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കാനാകുമെന്നാണ്. അതിനുവേണ്ടിയുള്ള ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. 3 പേരാണ് ഈ സംഭവ സമയത്തുണ്ടായിരുന്നത്. ഏതാണ്ട് 10:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇപ്പോൾ ആളെ കണ്ടെത്തി എന്നുള്ള ഒരു സൂചന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഒരു പക്ഷേ അദ്ദേഹത്തെ ഇവിടെ നിന്നും, അതായത് അപകടം നടന്ന സ്ഥലത്തു നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 3 തൊഴിലാളികളാണ് ഈ അപകടം നടന്ന സ്ഥലത്ത്, അതായത് നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒരു ഫ്ളാറ്റിന്റെ നിർമ്മാണമാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് സമീപത്തുള്ള വലിയൊരു കുന്ന്, അതായത് അതിന് മുകളിൽ താമസിക്കുന്ന വീടുകളിലേക്കുള്ള ഒരു വഴിയാണ് ഇങ്ങനെ വലിയ രീതിയിൽ ഇടിഞ്ഞു വീണത്. ആദ്യഘട്ടത്തിൽ 10:30 കൂടി ആദ്യത്തെ അപകടം ഉണ്ടാകുന്നത്. 3 തൊഴിലാളികൾ, അതായത് പശ്ചിമബംഗാൾ സ്വദേശികളായിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 3 പേരാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. അതിൽ 2 പേർ അലക്സ്, ആബേൽ എന്ന് പറയുന്ന 2 പേർ. അവർ 2 പേരും ഈ അപകടം നടന്ന ഉടനെ തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ അവർ ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ വന്ന സമയത്ത് തന്നെ കണ്ട ചളിയിൽ പുതിഞ്ഞ് 2 പേർ ഓടി രക്ഷപ്പെടുന്നതാണ്. അതിനുശേഷമാണ് പിന്നീട് അവർ പറയുന്നത് തങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന മറ്റൊരു സഹജോലിക്കാരൻ കൂടി ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ മൃതദേഹം പുറത്തു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസിൽ കയറ്റി ഇവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ ആ ഉള്ളിൽപ്പെട്ട ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തെത്തിച്ച് ഇപ്പോൾ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിലേക്ക് അത്യന്തം ദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ഈ പ്രദേശത്ത് ഇങ്ങനെ നിർമ്മാണം നടക്കുമ്പോൾ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഇത്തരമൊരു നിർമ്മാണം നിർത്തിവെക്കണമെന്ന വിവിധ ആളുകൾ, അതായത് നാട്ടുകാരും അവിടെയുള്ള റെസിഡന്റ് അസോസിയേഷനും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നിർമ്മാണം നിർബാധം തുടരുകയായിരുന്നു. എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇങ്ങനെ അശാസ്ത്രീയമായ ഒരു നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ ഒരു അപകട സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്ക് ആദ്യഘട്ടത്തിൽ പരാതി നൽകുന്നു. പിന്നീട് ഈ പരാതി തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസർ തന്നെ കൈമാറുകയും ചെയ്തു. എന്നാൽ അതിൽ ഒരു കൃത്യമായ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ ഈ പരാതി നൽകിയതിന്റെ പകർപ്പുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയിൽ കൃത്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ കുന്നിടിഞ്ഞതിന് മുകൾ ഭാഗത്ത് താമസിക്കുന്ന ആളുകളാണ് പരാതി നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇങ്ങനെ ഒരു അശാസ്ത്രീയ നിർമ്മാണം തുടരുകയാണെങ്കിൽ ഒരു പക്ഷേ കുന്നിടിഞ്ഞ് വീണ് ആ മുകളിൽ താമസിക്കുന്ന വീട്ടുകാർക്കും കൂടാതെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും വലിയൊരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് അപകട നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ പരാതി നെല്ലിക്കോട് വില്ലേജ് ഓഫീസർക്കും പിന്നീട് തഹസിൽദാർക്കും ഈ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പരാതികൾ ഈ സ്ഥലത്തുനിന്ന് നിർമ്മാണ പ്രവൃത്തി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ പരാതിയിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് റവന്യൂ അധികൃതർ കടന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്തിച്ചതെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഉള്ളിൽപ്പെട്ടിട്ടുള്ള ആളെ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹം മരിച്ചു എന്നുള്ളതിന്റെ ഒരു കൃത്യമായ സ്ഥിരീകരണം ലഭിക്കേണ്ടത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇപ്പോൾ 3 പേർ ചികിത്സയിലുണ്ട്. നേരത്തെ രക്ഷപ്പെട്ട 2 പേർ ആബേൽ, അലക്സ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശികളായിട്ടുള്ള 2 പേരും ഇപ്പോൾ ഉള്ളിൽ നിന്നും ലഭിച്ചിട്ടുള്ള
അദ്ദേഹത്തിന് കൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ എത്തിയതിനു ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ തന്നെ അവിടെ അപ്പോൾ മാത്രമേ ഒരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തെ ഉള്ളിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്. 3 പേരാണ് സംഭവ സമയത്ത് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇത് വലിയ ഏതാണ്ട് ഒരു 3 മീറ്ററിലധികം ഉയരത്തിലുള്ള ഒരു കുന്ന് നിലനിൽക്കുന്നുണ്ട്. അവിടെ സ്വാഭാവികമായും അത്തരം ഒരു പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ റീടൈൻ വാൾ പോലുള്ള ഒരു സംരക്ഷണങ്ങൾ അല്ലെങ്കിൽ അത്തരം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനും പിന്നീട് ആ പ്രവർത്തനങ്ങൾ തുടരാനും പാടുള്ളൂ എന്നുള്ള ഒരു കർശന മാനദണ്ഡങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണമാണ് ഈ ഭാഗത്തുണ്ടായത് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുന്നതാണ്. ഏതായാലും ഈ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് നാട്ടുകാർ നൽകിയ പരാതിയുടെ പകർപ്പുകളും ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കും അങ്ങനെയുള്ള നിരവധി പരാതികൾ നേരത്തെ തന്നെ നാട്ടുകാർ ഇക്കാര്യത്തിൽ ആശങ്ക പങ്കുവച്ചിരുന്നു, അവർ പരാതി നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ്. പക്ഷെ അതിൽ നടപടിയെടുക്കാത്തത് കാര്യം ഒരാളുടെ ജീവൻ അപകടത്തിലാക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടിയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയ ആളെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പശ്ചിമബംഗാൾ സ്വദേശിയാണ് എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ലഭിക്കുന്നത്. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.